CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ് വിതരണത്തിൽ അനാസ്ഥ. പലയിടത്തും സ്കോളർഷിപ്പ് തുക കിട്ടിയില്ലെന്ന ആക്ഷേപം. വിഷയത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി ശുപാർശ ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്. CCTV സീനിയർ റിപ്പോർട്ടർ ഹരിയിലത്തിനെ ആക്രമിച്ചതുൾപ്പെടെ നിരവധി കേസിൽ പ്രതിയായ പോർക്കുളം സ്വദേശിയെ കാപ്പ നിയമപ്രകാരം ജയിലിലടച്ചു. നെന്മണിക്കര വീട്ടിൽ 28 വയസ്സുള്ള ശ്രീജിത്ത് എന്ന അടുപ്പ് ശ്രീജിത്തിനെയാണ് കുന്നംകുളം പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 6 മാസത്തേക്ക് ജയിലിലടച്ചത്. ഗുരുവായൂരിൽ നിന്ന് തിരുനാവായയിലേക്ക് പുതിയ പാത അനുവദിക്കുന്ന വിഷയം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗവും റെയിൽവേ പൊതുസേവന കമ്മിറ്റി ചെയർമാനുമായിരുന്ന PK കൃഷ്ണദാസ്. NREG വർക്കേഴ്സ് യൂണിയൻ കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമവും ആദരിക്കലും സംഘടിപ്പിച്ചു. കേരള വിഷന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് കേബിൾ TV ഓപ്പറേറ്റർമാർക്കും അക്കൌണ്ട്സ് ജീവനക്കാർക്കുമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ അലയൊലിയ അടങ്ങും മുമ്പേ പ്രിയപ്പെട്ടവരെ കണ്ണീരിലാഴ്ത്തി പുഷ്പ ഓർമ്മയായി. ഞായറാഴ്ച കാണിപ്പയ്യൂരിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച കൂനമുച്ചി കുത്തൂർ ആന്റണിയുടെ ഭാര്യ പുഷ്പയുടെ സംസ്കാരം നടത്തി. തൃശൂർ അയ്യന്തോൾ ചുങ്കത്തിന് സമീപമുള്ള റാണി മേനോൻ കണ്ണാശുപത്രിക്ക് സമീപത്ത് നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ പ്രായപൂർത്തിയാക്കാത്ത 2 പേർ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയായ പ്രതി വടക്കേക്കാട് സ്വദേശി മുഹമ്മദ് സിനാന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷകളിൽ ഇടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെറുവത്താനി സ്വദേശി പൊലിയത്ത് വീട്ടിൽ 40 വയസ്സുള്ള റിനേഷിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 അപകടമുണ്ടായത്. ഗുരുവായൂർ അരിയന്നൂരിൽ റോഡിൽ കാറും ഓട്ടോ ടാക്സിയും കൂട്ടിയിടിച്ച് അപകടം. ഡ്രൈവർക്കും യാത്രികയ്ക്കും പരിക്കേറ്റു. അത്യാസന്ന നിലയിൽ രോഗിയുമായി പോയ ആംബുലൻസ് തൃശൂർ അശ്വിനി ജംഗ്ഷൻ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നിന്നപ്പോൾ ആംബുലൻസിന് മുന്നിലൂടെ ഓടി വഴിയൊരുക്കിയ തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷൻ ASI അപർണ ലവകുമാറിനെ ആംബുലൻസ് ഓണേഴ്സ് ക്യാപ്റ്റൻ ആൻഡ് ടെക്നീഷ്യൻ അസോസിയേഷൻ ആദരിച്ചു. ഭാര്യയെ തെരുവിലിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത കടങ്ങോട് പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പർ മുഹമ്മദ് കുട്ടി ആദൂർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കടങ്ങോട് മണ്ഡലം മഹിളാ കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെയും നരേന്ദ്രമോദിയുടെയും നിലപാടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ MPമാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ജലത്തിൽ വിസ്മയം തീർക്കുകയാണ് 4.5 വയസ്സുകാരി അരുവി. വെള്ളത്തിലുള്ള ഈ കുരുന്നിന്റെ പ്രകടനം കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നു. സമഗ്ര ശിക്ഷ കേരള BRC ചാവക്കാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ വൈദ്യപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വെട്ടുകാട് ആളൂർ സ്പോർട്സ് അസോസിയേഷൻ UEE കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കലാകായിക മേഖലകളിലെ പ്രതിഭകളെ ആദരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പന്നിത്തടം മേഖലാ സമ്മേളനം നടത്തി. തീരദേശ ഹൈവേ നിർമ്മാണം BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് മണത്തല സന്ദർശിച്ചു. കർഷക സംഘം പഴഞ്ഞി മേഖലാ സമ്മേളനം നടത്തി. എത്ര കണ്ടാലും മതിവരാത്തതാണ് ആനച്ചന്തം. ഗജഭംഗി നിലനിൽക്കണമെങ്കിൽ ആനകളുടെ സംരക്ഷണവും പരിപാലനവും പ്രധാനമാണ്. ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം ട്രഷറിയിലേക്ക് മാർച്ചും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണം ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ചിന്മയ മിഷൻ ഗുരുവായൂർ രാമായണ സത്സംഗം സംഘടിപ്പിച്ചു. പെരുമ്പലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ കൗൺസിൽ അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥിയും യുവ സംരംഭകനുമായ മുഹമ്മദ് ജാസിർ ഉദ്ഘാടനം ചെയ്തു. കേച്ചേരിയിൽ അത്യാധുനിക സംവിധാനത്തോടെയുള്ള കരാട്ടെ ആൻഡ് കിക്ക് ബോക്സിംഗ് ട്രെയിനിംഗ് സെന്റർ ആഗസ്റ്റ് 15 മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പരിശീലകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുമറ്റക്കോട് ഒഴുവത്രയിൽ യുവതിയെ കിണറിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.